ആഴ്ചയിൽ ഒരു ദിവസം വിദ്യാർത്ഥികൾക്ക് കളർ ഡ്രസ് ഇടാം, യൂണിഫോം വേണ്ട എന്നൊരു തീരുമാനം പുതിയ വിദ്യാഭ്യാസ മന്ത്രിയുടേതായി പുറത്തു വന്നു. അത് കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയാതെ പോകുന്നത് ശരിയല്ല. ഒരു മന്ത്രിസഭ നയപരമായ തീരുമാനമെടുക്കുന്നത് അവരവരുടെ വകുപ്പിലെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടിയായിട്ടായിരിക്കണം. തറയിലിരിക്കുന്നവരുടെ കയ്യടി കിട്ടാനോ മന്ത്രി വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞു കേൾക്കാനോ ഉള്ള ആഗ്രഹത്തിന് ഇതുപോലുള്ള തീരുമാനങ്ങൾ ഒന്നും എടുക്കരുത്. സ്കൂളുകളിൽ യൂണിഫോം ധരിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളിലെ ഉച്ചനീചത്വം അല്ലെങ്കിൽ വിവേചന അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. പണമുള്ള കുട്ടികളും പണമില്ലാത്ത കുട്ടികളും ഒരേ രീതിയിലുള്ള വേഷം ധരിച്ച് സ്കൂളുകളിൽ വരുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ മാറിക്കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന വിഷയം. അത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ KJ യേശുദാസിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് മാറി മാറി ധരിക്കാൻ പോലും ഒരു വസ്ത്രം ഇല്ലാതിരുന്നത് കൊണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെള്ള വസ്ത്രം ധരിക്കാൻ തുടങ്ങിയതെന്ന്. മറ്റൊന്നുകൂടിയുണ്ട്, അദ്ദേഹത്തിന് ആകെയുള്ള ഒരു വെള്ളവസ്ത്രം രാത്രിയിൽ കഴുകി ഉണങ്ങാനിട്ട് രാവിലെ എടുത്ത് ധരിച്ച് പഠിക്കാൻ പോയിരുന്നു. പണക്കാരുടെ കുട്ടികൾ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുമ്പോൾ പാവപ്പെട്ടവന് അപകർഷബോധം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് ആദ്യകാലത്തെ യൂണിഫോമിനെ കണ്ടിരുന്നെങ്കിൽ ഇന്ന് അതിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. കഴിഞ്ഞ കാലത്ത് സ്കൂളിൽ പോയിരുന്ന ഒരു പെൺകുട്ടി ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ കളർ ഡ്രസ്സ് കൂടി ഉണ്ടായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് സ്കൂളിലേക്ക് യൂണിഫോം ഇട്ട് വരുന്ന പെൺകുട്ടി വഴിയിൽ വെച്ച് കളർ ഡ്രസ്സ് ധരിച്ച് സ്കൂളിൽ വരാതെ വഴിതിരിഞ്ഞു പോയി. അതെന്തിനാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കഞ്ചാവ് ലോബിയും മയക്കുമരുന്ന് ലോബിയും ഒക്കെ കൊടികുത്തി വാഴുന്ന ഇന്നത്തെ കാലത്ത് ഒരു ദിവസം കളർ ഡ്രസ്സ് ഇടാമെന്ന നിയമം വന്നാൽ അത് നാട്ടിലുണ്ടാക്കുന്ന അപകടാവസ്ഥ മന്ത്രിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നറിയില്ല. ഇനി അധ്യാപകർക്ക് കുട്ടികളെ നിലയ്ക്ക് നിർത്തുവാൻ സാധിക്കാത്ത കാലം കൂടിയാണിത്. അവരൊന്ന് കണ്ണുരുട്ടിയാൽ പോലും അത് പീഡനമായി ചിത്രീകരിച്ച് അതിന്റെ പേരിൽ ജയിൽവാസം വരെ അനുഭവിച്ച അധ്യാപകർ നമുക്ക് ചുറ്റുമുണ്ട്. പരീക്ഷാ ഹാളിൽ വെച്ച് ചോദ്യപേപ്പർ കിട്ടാൻ താമസം വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്ന വിദ്യാർത്ഥിനിയെ തോളത്ത് തട്ടി സമാധാനിപ്പിച്ച് താമസം വന്ന സമയം കൂടുതലായി അനുവദിച്ച് പരീക്ഷ എഴുതുവാൻ പ്രോത്സാഹിപ്പിച്ചതിന് കിട്ടിയത് 51 ദിവസത്തെ ജയിൽവാസമായിരുന്നു ഒരു അധ്യാപകന്. അതിൽ സ്കൂൾ മാനേജ്മെന്റിനും കൈയുണ്ട്. ഈ അധ്യാപകനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് വേണം ലക്ഷങ്ങൾ കോഴ വാങ്ങി അടുത്ത അധ്യാപകനെ നിയമിക്കാൻ. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ മറ്റൊരു വേർഷനാണത്. വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുവാൻ വേണ്ട നടപടികൾ സത്യത്തിൽ നയപരമായി മന്ത്രി എടുക്കേണ്ടതാണ്. കേരളത്തിൽ ഇന്ന് പഠിക്കാൻ വിദ്യാർത്ഥികളില്ലെന്ന യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്ന യാഥാർത്ഥ്യം എന്നാണ് ഇവിടുത്തെ തലമുതിർന്ന വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നവർ മനസ്സിലാക്കുന്നത്. സ്കൂളിലെ യൂണിഫോം മാറ്റുന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗമല്ലെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. ഇതിലെ മറ്റൊരു പ്രധാന കാര്യം, ചില കുൽസിത താല്പര്യക്കാർ മതപരമായ വസ്ത്രങ്ങളോ മറ്റു വസ്ത്രങ്ങളോ കൊണ്ടുവന്ന് പ്രധാന ചർച്ചാ വിഷയമാക്കാനുള്ള നീക്കവും നടത്തും. അതിന് സർക്കാരായി ഒരവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടുത്തെ വിദ്യാഭ്യാസ നയത്തെ നശിപ്പിക്കാൻ വിത്ത് പാകിയത് 1973 മുതൽ 77 വരെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ചാക്കേരി അഹമ്മദ് കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ ചാക്കേരി പാസ് എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ നയമാണ് വിദ്യാർത്ഥികൾ പഠിച്ചില്ലെങ്കിലും 0 മാർക്ക് വാങ്ങിയാലും എല്ലാവരെയും ജയിപ്പിച്ചു വിടുന്ന നയമുണ്ടാക്കിയത്. അത് അധ്യാപകരുടെ തൊഴിലുറപ്പിന് വേണ്ടി ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടിസ്ഥാനപരമായി തറാപറ എന്ന് പോലും എഴുതുവാൻ അറിയാത്തവരും അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്തവരും +2 A+ വാങ്ങി പുറത്തു വരുന്നത് പരമദയനീയമാണ്. മുഴുവൻ പേർക്കും വർഷാവർഷം ക്ലാസ് കയറ്റം നൽകി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അറിവ് നേടലാണെന്ന കേരളം ഭരിച്ചിരുന്ന തലതിരിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിമാർക്ക് ഇന്ന് മനസ്സിലായിട്ടില്ല. വിദ്യാഭ്യാസ മേഖല കുളം തോണ്ടുവാൻ കാലാകാലങ്ങളിൽ വന്ന മുഴുവൻ വിദ്യാഭ്യാസ മന്ത്രിമാരും ശ്രമിച്ചിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരാൾ MA ബേബി തന്നെയാണ്. ഈ വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറന്നമ്മേ എന്ന് കുമാരനാശാൻ കവിത മാറ്റി പകരം സ്ലേറ്റ് പെൻസിൽ എന്റെ കണക്ക് തെറ്റിച്ചാൽ ഞാൻ നിന്നെ തല്ലിപ്പൊട്ടിക്കുമെന്ന വികലമായ ഒരു കവിത പഠിപ്പിക്കാൻ ഉത്തരവിട്ട മഹാനാണ് അദ്ദേഹം. അത് പറഞ്ഞിട്ട് കരുണയുടെ കർത്താവ് ആരാണെന്ന ചോദ്യത്തിന് ഉള്ളൂർ എന്ന മറുപടി എഴുതിയ കുട്ടിക്ക് പകുതി മാർക്ക് കൊടുക്കുവാൻ ഉത്തരവിട്ടു.
ആധുനിക കവികളായ ആശാൻ, ഉള്ളൂർ, വള്ളത്തോളിനെ തിരിച്ചറിഞ്ഞുവെന്ന് എന്നാണ് അദ്ദേഹം അതിനൊരു കാരണം പറഞ്ഞത്. പാല് തരുന്ന മൃഗത്തിന്റെ പേരെഴുതാൻ പറഞ്ഞ കുട്ടി പട്ടിയുടെ പേരെഴുതിയപ്പോൾ അതിന് മാർക്ക് കൊടുക്കാൻ പറഞ്ഞവരുടെ നാടാണിത്. അത് ശരിയാണ്, പട്ടിയും പാല് തരും. മാത്രമല്ല പ എന്ന അക്ഷരം വന്നതോടുകൂടി കുട്ടി വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. 1990-ലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിഗ്രി 2ാം വർഷം മലയാളം ഉപപാഠക പുസ്തകത്തിന്റെ ചോദ്യ പേപ്പറിൽ കരുണയെപ്പറ്റി 10 വാചകം എഴുതുവാൻ പറഞ്ഞു. അക്കാലത്ത് ചില മലയാള പത്രങ്ങളിൽ ആദ്യ പേജിൽ കോളം വാർത്തയായി വന്ന ഒരു മിടുക്കന്റെ ഉത്തരക്കടലാസ് വായിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായി പോകും. വാസവദത്ത എന്ന് പറയുന്ന അതിമനോഹരിയായ സാധുസ്ത്രീയെ കുമാരനാശാൻ എന്ന കശ്മലൻ പീഡിപ്പിച്ചപ്പോൾ ഉപഗുപ്തൻ എന്ന സന്യാസി എഴുതിയ കവിതയാണ് കരുണ. പത്രങ്ങളുടെ തലക്കെട്ട് കുമാരനാശാൻ വാസവദത്തെ പീഡിപ്പിച്ചു എന്നായിരുന്നു. സത്യത്തിൽ സർക്കാർ ഇതിന്റെ അലകും പിടിയും മാറ്റി കാലത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് കുട്ടികളെ വിദ്യാസമ്പന്നരാക്കുകയാണ് ചെയ്യേണ്ടത്. ഒപ്പം സംസ്കാരവും പഠിപ്പിക്കണം. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഭരണ നേതൃത്വം തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് സംതൃപ്തി നേടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സമൂഹത്തിന് യാതൊരു ലാഭവുമില്ലെന്ന് മാത്രമല്ല, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്തെങ്കിലും സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ സർക്കാർ ഇടപെടണം. അതിനാദ്യം വേണ്ടത് ചാക്കേരി പാസ് അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. മൂല്യച്യുതിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് താല്പര്യമുള്ള ചിലരൊക്കെ അതിനെ എതിർത്തേക്കാം. എന്നാൽ സമൂഹം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും. ഇന്ന് കേരളത്തിൽ യുവജനങ്ങൾ നിൽക്കാത്ത പ്രധാന കാരണം ഈ മൂല്യച്യുതി വന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്.